താമരശ്ശേരി ചുരത്തിൽ ഇന്നും ഗതാഗതക്കുരുക്കാണ് കേട്ടോ. 7-ാം വളവിൽ ടൂറിസ്റ്റ് ബസ്സും 7-ാം വളവിന് താഴെ ലോറിയും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. ഒരു വശത്തുകൂടി മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ബെൻസൺ ബാബു ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബെൻസൺ, അല്ലെങ്കിൽ തന്നെ താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അപകടം കൂടി ഉണ്ടായ സ്ഥിതിക്ക്, ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായ സ്ഥിതിക്ക് അത് കൂടുതൽ രൂക്ഷമായിട്ടുണ്ടാവും അല്ലേ? അതേ ഹർഷൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ രാത്രി അർദ്ധരാത്രിയിലാണ് ഈ വാഹനങ്ങൾ രണ്ടും 7-ാം വളവിലും 6-ാം വളവിലുമായി കുടുങ്ങുന്നത്. പിന്നീട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഇതുവരെയും ആ വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല. കൈതപ്പൊയിൽ, അതായത് അടിവാരവും കഴിഞ്ഞ് കൈതപ്പൊയിൽ വരെ ഇപ്പോൾ ഈ ഗതാഗത കുരുക്ക് എത്തി നിൽക്കുകയാണ്. ഈ വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ മെക്കാനിക്ക് എത്തി വാഹനം നന്നാക്കി വേണം അവിടെ നിന്ന് മാറ്റാൻ. അതിന് ഇനിയും സമയമെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഗതാഗത കുരുക്ക് രൂക്ഷമായി തുടരുകയാണ്. ഒരു വശത്തുകൂടി മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇപ്പോൾ അവിടെ ചുരം നവീകരണത്തിന്റെ പ്രവൃത്തി കൂടി നടക്കുന്നതിനാൽ തന്നെ ഈ ഗതാഗത കുരുക്ക് അതിരൂക്ഷമാവുകയാണ്. അപ്പോൾ ഇന്ന് എപ്പോഴത്തേക്ക് ഇത് നന്നാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നതിനെപ്പറ്റി ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ചുരം സംരക്ഷണ സമിതിയുടെയും താമരശ്ശേരി പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്തെത്തി ഈ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെയും സമാന രീതിയിൽ തന്നെ വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ഇന്നും തുടരുകയാണ്. ഈ അടുത്ത 5-ാം തീയതി മുതൽ അങ്ങോട്ടേക്ക് വലിയ വാഹനങ്ങൾ, അതായത് വലിയ ലോഡ് കയറ്റിയുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വന്നു കഴിയുമ്പോഴേക്കും ഈ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നതിലൊരു പ്രശ്നം അവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം ഈ ചുരം നവീകരണത്തിന്റെ ഭാഗമായി അവിടെ മരങ്ങൾ മുറിക്കുന്നുണ്ട്. ആ മുറിച്ച മരങ്ങൾ റോഡ് സൈഡിൽ തന്നെ കിടക്കുകയാണ്. അതെടുത്ത് മാറ്റുന്നതിനായിട്ടാണ് ഇപ്പോൾ ചുരത്തിൽ നിയന്ത്രണം 5-ാം തീയതി മുതൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് നിർമ്മാണ പ്രവർത്തികളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ 5-ാം തീയതി മുതലും അങ്ങോട്ടേക്കും ഈ സമാന രീതി തന്നെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അതൊരു ആശങ്ക ഈ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി മുതൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. ഇവരെല്ലാവരും തന്നെ വലിയ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം അവധിക്കാല സീസൺ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വയനാട്ടിലേക്കും അതോടൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളിലേക്കും പോകുന്നതിനായി ചുരത്തെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ വാഹനങ്ങളുടെ എണ്ണം ഇപ്പോൾ ചുരം വഴിയുള്ളത് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ അവധി തുടരുന്നതിനാൽ തന്നെ അവധിയുടെ അവസാന ഘട്ടത്തിലേക്കാണ്, ശനി ഞായറൊക്കെ എടുക്കുന്നു. അപ്പോൾ അവിടേക്കുള്ള വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. അപ്പോൾ ഈ ചുരത്തിലെ ഈ ഒരു പ്രശ്നം അത് അടിയന്തരമായി തന്നെ പരിഹരിക്കേണ്ടതുണ്ട്. അതായത് വലിയ വാഹനങ്ങൾ ചുരം വഴി വരാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ ആളുകൾ പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതിലൊരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ വയനാട്ടിലേക്ക് കടക്കാൻ മറ്റ് 2 ചുരങ്ങളുണ്ട്. പക്ഷേ അതുവഴിയുള്ള വാഹനങ്ങൾ പോകുമ്പോൾ അത് കൂടുതൽ സമയമെടുക്കുകയും കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതും വരുന്നു. അതുകൊണ്ടാണ് ഈ വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുരം വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ യോഗമൊക്കെ നടക്കുന്ന സാഹചര്യമാണ് വയനാട്ടിലുള്ളത്. ധാരാളം നേതാക്കന്മാർക്കൊക്കെ അവിടേക്ക് പോകേണ്ട സാഹചര്യമൊക്കെ ഉള്ളപ്പോഴാണ് ഈ കുരുക്കുണ്ടായിരിക്കുന്നത് എന്നതുകൂടിയാണ്.